بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. سر فيه مع نور البصيرات مذعنا للحق دوما أيما يدعاني. لا تخش في عين اليقين ملامة من جاهل أو عالم متباني. مهما استمال الناس عنك بباطل فاعلم بأن الملك للرحمن. إن شاء حول قلبه وقلوبهم لكن ليبلو بعضهم بالثاني. فاثبت على الحق المبين وإن تكن فردا أمامك تعيب البطلان. فالحق ينصر عاجلا أو عاجلا بالحجة الولاء والبرهان.
ബഹുമാന്യ അധ്യക്ഷൻ എൻ്റെ സഹോദരൻ മുഹമ്മദ് ഇദ്രീസ് സ്വലാഹി, ബഹുമാന്യനായ പണ്ഡിതൻ അജ്മൽ മദനി, എന്നെ കേൾക്കുന്ന ആദർശ സഹോദരങ്ങളെ, പരമപരിശുദ്ധനും പരമകാരുണികനുമായ അല്ലാഹുവിനെ അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും അനുസരിച്ചും അവനെ മാത്രം ആരാധിച്ചും അവനെ സ്നേഹിച്ചും അവൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചും സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ദീനിൻ്റെ വശങ്ങൾ അത് ഉത്കൃഷ്ട ആദർശമാണ്, ഉത്കൃഷ്ട മാതൃകയാണ് എന്നറിഞ്ഞ് ഉൾക്കൊള്ളണമെന്നും ഉണർത്തുകയാണ്. ദുനിയാവിൽ ഹ്രസ്വമായ ജീവിതത്തിന് ഉൾക്കൊള്ളാനും കൊണ്ടു നടക്കാനും പോന്ന ഏറ്റവും നല്ല ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി. നമ്മുടെ ചുറ്റുപാടും ദൈവവിശ്വാസികൾ അനവധിയുണ്ട് എങ്കിലും തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന രീതികൾ അവർക്കുണ്ട് എങ്കിലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദൈവവിശ്വാസമാണ്, ആദർശമാണ്, ആരാധനാമുറകളാണ്, സ്വഭാവനിഷ്ഠകളാണ്, പെരുമാറ്റ രീതികളാണ് നമുക്ക് ഉള്ളത്. ഇത് പടച്ച തമ്പുരാൻ അവൻ്റെ യഥാർത്ഥ അടിമകളാകാനായി നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഫലമാണ്. അള്ളാഹുവിനെ നമുക്കറിയാം, അവൻ്റെ കാരുണ്യത്തെപ്പറ്റി അറിയാം, അവൻ്റെ ദയാവായ്പകളെപ്പറ്റി നമുക്കറിയാം, അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി അറിയാം. ഈ ദുനിയാവിൽ ജീവിക്കാനായി അവൻ തന്ന അവസരങ്ങളെപ്പറ്റി, സന്ദർഭങ്ങളെപ്പറ്റി, സാഹചര്യങ്ങളെപ്പറ്റി, സൗകര്യങ്ങളെപ്പറ്റി ഇവയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടും കീഴ്പ്പെട്ടും അവനെ അനുസരിച്ചും അവന് ആരാധനകൾ നിർവഹിച്ചും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആദർശത്തിൻ്റെ വഴിത്താര എനിക്കും നിങ്ങൾക്കും മുമ്പാകെ വരച്ചു വെച്ചത്, പഠിപ്പിച്ചു തന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ത്യാഗധന്യമായ ജീവിതം മുഴുവനും സത്യത്തിൽ നമുക്ക് വേണ്ടിയായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസങ്ങൾ മുഴുവനും നമ്മെ പ്രതിയാണ്. നമ്മൾ നന്നാവാൻ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ, നമ്മൾ ഹിദായത്തിലേക്ക് എത്താൻ, നമ്മുടെ നരകാഗിരിയിൽ നിന്ന് മാറാൻ, നമ്മുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, ഈ വക സംഗതികൾക്ക് വേണ്ടിയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ത്യാഗങ്ങളേറെ സഹിച്ചത്, പ്രയാസങ്ങൾ സഹിച്ചത്, ബുദ്ധിമുട്ടുകൾ സഹിച്ചത്. ഈ വിശുദ്ധ റമദാനിൽ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവബഹുലമായ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചില ഓർമ്മകൾ പുതുക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ വിശുദ്ധ റമദാനിൽ ആരാധനാകർമ്മങ്ങളിൽ നമ്മളേറെ മുഴുകിയത്, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനായി നമ്മൾ യത്നിച്ചത്, കാണുന്നതും അറിയുന്നതുമായ സൽക്കർമ്മങ്ങളിലേക്ക് കൂടുതൽ താല്പര്യമെടുത്തത്, ഇവയൊക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ അവിടുന്ന് ഒരുപാട് സന്തോഷവർത്തമാനങ്ങൾ നൽകി. റമദാൻ നിങ്ങൾ അതിൻ്റെ നർമ്മമറിഞ്ഞും മർമ്മമറിഞ്ഞും ഉപയോഗിക്കുന്നുവെങ്കിൽ, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയുക്തമാക്കുന്നുവെങ്കിൽ, അതുവഴി നിങ്ങൾക്ക് ലഭിക്കാൻ ഇന്നിന്ന ഉപകാരങ്ങളും ഇന്നിന്ന നേട്ടങ്ങളും ഇന്നിന്ന ഗുണങ്ങളുമാണ് ഐഹിക ലോകത്തും പരലോകത്തും കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. നമ്മളത് ഉൾക്കൊണ്ടു, ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കി. സഹോദരന്മാരെ,
ഈ വിശുദ്ധ റമദാനിൽ പ്രവാചക സുന്നത്തിനനുസൃതം പ്രമാണങ്ങൾക്കനുസൃതം നമ്മൾ നിർവഹിച്ച എല്ലാ ആരാധനാകർമ്മങ്ങളും പടച്ചതമ്പുരാൻ നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് കുറഞ്ഞു പോകാത്ത നിലയിൽ അവൻ നൽകുമാറാവട്ടെ. പ്രമാണങ്ങളെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്നത് വിശുദ്ധ ഖുർആനിലാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ വ്യക്തമായ വിശദീകരണമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലമാണ് നമ്മളെ വളർത്തി വലുതാക്കിയത്. അന്നുണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന സഹാബത്തിനെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തി വലുതാക്കിയത്. എങ്കിലും പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ്റെ ഉപദേശങ്ങൾ, പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിലും നമ്മളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉപദേശ നിർദ്ദേശങ്ങളുടെ ഓരോ കണ്ണും നമ്മുടെ നേർക്കാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഉപദേശ നിർദ്ദേശവും അവയുടെ കണ്ണ്, അവയുടെ കാത് നമ്മുടെ നേർക്കാണ്. നമ്മളെ പരിരക്ഷിക്കാൻ, നമുക്ക് നല്ല മാർഗം നൽകാൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞു 23 വർഷക്കാലം പ്രബോധനം നടത്തി. ഒന്നിനും കൊള്ളാത്ത ഒരു സമൂഹത്തെ ഏറ്റവും നല്ല സമൂഹമാക്കി മാറ്റി. വിശ്വാസരംഗം ശുദ്ധീകരിച്ചു, കർമ്മരംഗം ശുദ്ധീകരിച്ചു, ആദർശരംഗം ശുദ്ധീകരിച്ചു, സ്വഭാവ മേഖല ശുദ്ധീകരിച്ചു. ആർക്കും വേണ്ടാത്ത ഒരു സമൂഹത്തെ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു സമൂഹമാക്കി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി. പ്രവാചകൻ്റെ കയ്യിൽ ഒരു ചപ്പടി വിദ്യയും ഉണ്ടായിരുന്നില്ല, ഒരു കൺകെട്ട് വിദ്യവും പ്രവാചകൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാണ് അവസാനത്തെ പ്രവാചകനായി നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്തോ അത് കൃത്യമായി ജനങ്ങൾക്ക് മുമ്പാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു എന്നുള്ളതാണ്. യുഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ജനങ്ങളെ സംസ്കരിക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക, അള്ളാഹുവിൽ നിന്ന് അവതീർണമായി ലഭിക്കുന്ന ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓരോന്നും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ പ്രായോഗിക രൂപം തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുക. അങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ വഹീൻ്റെ പാഠങ്ങളും സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുകയും സമൂഹത്തിൻ്റെ മുമ്പാകെ അത് പ്രകടിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ട് അവരൊരു നല്ല തലമുറയാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിലും ഇന്ന് അതേപോലെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നൊരു തലമുറയുണ്ട്. അതിൻ്റെ കണ്ണികളാണ് നമ്മൾ. എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നമ്മെ ഒരു കാര്യം തെര്യപ്പെടുത്തിയാണ് പോയത്. തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ, തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ. ശുഭ്രമായൊരു പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. വെളുവെളുത്ത ഒരു പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, പകൽ ഏതുപോലെയാണോ അതുപോലെയാണ് നിങ്ങൾ സഞ്ചരിക്കാനുള്ള പാതയിലെ ഇരുൾ രാത്രിയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പകലിൻ്റെ വെട്ട, പകലിൻ്റെ സുരക്ഷിതത്വം, പകലിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഏതുപോലെയാണോ അതേപോലെ സുരക്ഷിതമായി വട്ടമാർന്ന പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ലാ യസീഹു അൻഹാ ഇല്ലാ ഹാലികുൻ. ഈ ശുഭ്രമായ വഴിയിൽ നിന്ന്, രാവ് പോലും പകല് പോലെ വെളിച്ചമാർന്ന ഈ പാതയിൽ നിന്ന് സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ വഴിപിഴച്ചു പോകുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ വചനം കേട്ടു, നമ്മൾ ഈ വചനം അറിഞ്ഞു, ഇതിൻ്റെ ധർമ്മവും മർമ്മവും അറിഞ്ഞു, എന്നിട്ട് അതേപോലെ നമ്മൾ ജീവിക്കാൻ തുനിഞ്ഞു. അപ്പോഴാണ് നമ്മളിൽ ഈ വിശ്വാസം നിലനിന്നു പോകുന്നത്. അപ്പോഴാണ് നമ്മളിൽ ഈ ആരാധനാകർമ്മങ്ങളിൽ മാറ്റമില്ലാതെ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ ഹദീസിൻ്റെ ഈ ഉപദേശത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളും ജീവിത രീതികളും ചിട്ടകളും നിലപാടുകളും എല്ലാം നമ്മൾ ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കനുസൃതമാക്കി നമ്മൾ നിലനിർത്തിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖുർആനിൻ്റെ നേർപ്പകർപ്പാണ്. വിശുദ്ധ ഖുർആനും
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നിയന്ത്രിക്കേണ്ട പ്രമാണങ്ങളാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യവും നമ്മളെ പഠിപ്പിച്ചു. തറക്തു ഫീകും ശൈഅൈനി ലൻ തദില്ലു ബഅദഹുമാ, നിങ്ങൾക്ക് ഞാൻ രണ്ടു സംഗതികൾ വിട്ടേച്ചു പോകുകയാണ്. നിങ്ങളെ ഞാൻ വെട്ടമാർന്നൊരു മാർഗത്തിലാണ് വിട്ടേച്ചു പോകുന്നത് എന്ന് പറഞ്ഞ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പാതയിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ, ആ പാതയിലൂടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ അവൻ്റെ ജീവിതത്തിന് വെളിച്ചമായി നിലകൊള്ളേണ്ടുന്ന രണ്ടു സംഗതികളെ നൽകിയാണ് പോയത് എന്നും വിശദീകരിക്കുന്നു. തറക്തു ഫീകും ശൈഅൈനി, രണ്ടു സംഗതികൾ ഞാൻ നിങ്ങളുടെ കൈവശം നൽകുന്നു. ലൻ തദില്ലു ബഅദഹുമാ, ആ രണ്ടു സംഗതികൾക്ക് ശേഷം പിന്നെ നിങ്ങൾ വഴിപിഴയ്ക്കുന്ന ഒരവസ്ഥയെ ഉണ്ടാകുകയില്ല. ഇത് നമ്മൾ ഉൾക്കൊണ്ടതാണ്, ഇത് നമ്മൾ കേട്ടതാണ്. എത്ര കാരുണ്യം ഹൃദയത്തിൽ നിറഞ്ഞ ഒരു പ്രവാചകനാണ്. നമ്മുടെ നന്മകളോട് മുഴുവൻ താല്പര്യമുള്ള ഒരു പ്രവാചകൻ. നമ്മുടെ വേദനകളിൽ മുഴുവൻ നമ്മളെക്കാൾ വേദനിച്ച പ്രവാചകൻ. നമ്മളെല്ലാവരും മഹിഷറ വൻസഭയിൽ വെച്ച് നഫ്സി 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 എന്ന് പറയുമ്പോൾ ഒരേ ഒരാൾ മാത്രമാണ് ഉമ്മത്തി 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 എന്ന് പറയുക. അത് നമ്മുടെ അഷറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കുക, നമ്മളെല്ലാവരും നമ്മുടെ നഫ്സിനെ പറ്റി ആദി പൂണ്ട് നിൽക്കുന്ന അവസരം, എന്തു സംഭവിക്കാനിരിക്കുന്നു എന്ന ആവലാതിയോടുകൂടി നിൽക്കുന്ന അവസരം, എൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ, എൻ്റെ സമുദായം നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് ആദി പൂണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഒരു ശുഭ്രമായ വെട്ടമാർന്ന ഒരു പാതയിൽ നമ്മളെ ആക്കിയിട്ടാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മളോട് മുന്നോട്ട് പോകാൻ പറയുന്നു. ആ പാത പ്രതിദാനം ചെയ്യുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും സ്വഭാവങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആ പോകുന്ന വേളയിൽ നിങ്ങൾക്ക് വഴിപഴക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് മാർഗങ്ങളും രണ്ട് സംഗതികളും അല്ലാഹുവിൻ്റെ റസൂൽ തരികയാണ്. ഒന്ന് കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം എന്ന് കേട്ടു മടുത്ത് നമ്മൾ ആ ഗ്രന്ഥം എന്ന പദത്തെ ശ്രദ്ധിക്കാതെ പോകരുത്. പരമകാരുണികരായ രക്ഷിതാവ് എൻ്റെയും നിങ്ങളുടെയും പരലോകമോക്ഷത്തിനു വേണ്ടി, ഐഹിക ജീവിതത്തിലെ നേട്ടത്തിനു വേണ്ടി, പരലോകം കരഗതമാക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയ ഒരു വിശുദ്ധ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥമാണ് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത്, കാതുകളെ നിയന്ത്രിക്കുന്നത്, കൈകാലുകളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഗുഹ്യാവയവങ്ങളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ നിലപാടുകളെയും വീക്ഷണങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ കുറേ മതവിശ്വാസികളുണ്ട്. അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നവരുടെ മതഗ്രന്ഥങ്ങളുമുണ്ട്. അവരുടെ ജീവിതവുമായി ആ മതഗ്രന്ഥങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ നമ്മുടേത് അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ അവതരിക്കപ്പെട്ട അനുഗ്രഹീതമായ രാത്രിയിൽ അവതരണമാരംഭിച്ച ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതവുമായി ഒട്ടി നിൽക്കുന്ന ഗ്രന്ഥമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഏതേത് നന്മകളുണ്ടോ അത് ഈ ഗ്രന്ഥം നൽകിയതാണ് സഹോദരന്മാരെ. നമ്മുടെ ജീവിതത്തിൽ ഏതേതു നല്ലതായ വിശ്വാസങ്ങളുണ്ടോ അത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തതാണ്. നമ്മൾ വ്യഭിചരിക്കാത്തത്, കള്ളുകുടിക്കാത്തത്, രക്ഷിതാക്കളോട് അപമര്യാദയായി പെരുമാറാത്തത്, അയൽവാസിയെ ബഹുമാനിക്കുന്നത്, അനാഥകളുടെ തലതടവുന്നത്, ഭാര്യമാരെ പോറ്റുന്നത്, കുട്ടികളെ ഉമ്മ വെക്കുന്നത്, എല്ലാം ഈ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചതുകൊണ്ടാണ്. ഇതാണ് ഉത്കൃഷ്ടമായ പ്രമാണം. ഈ പ്രമാണമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചമുള്ള ഒരു മാർഗത്തിൽ നമ്മളെ വിട്ടേച്ച് പോകുമ്പോൾ വഴിപിഴയ്ക്കാതിരിക്കാനായി നൽകുന്ന വെളിച്ചം. ഇതെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നുവോ ആദർശ രംഗത്ത് വ്യതിയാനം വരും. എന്നു നമ്മൾ ഈ ഖുർആനിൽ നിന്ന് അകലുന്നുവോ
അന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും തകർച്ച വരും, ആരാധനാകർമ്മങ്ങളിൽ കുറവ് വരും, തഖ്വകളിൽ ഭംഗം വരും, നമ്മുടെ ആദർശത്തിൽ പോലും സാരമായ മാറ്റങ്ങൾ ഉണ്ടാകും, ഈമാനിന് കുറവ് വരും. നമ്മൾ വളരെയധികം കരുതിയിരിക്കേണ്ടുന്ന സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ പ്രമാണമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നു. മറ്റൊന്ന് വസുന്നതി, രണ്ടാമത്തേത് എൻ്റെ ചര്യയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ഈ ജീവിതം കൊണ്ട്, ഈ ജീവിതത്തിലെ വിശ്വാസാചാരാരാധന മുറകൾ കൊണ്ട് നമ്മൾ എന്തൊന്നാണോ ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനമാണ്, അത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ്, അത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, പരലോകത്തിലെ ലളിതമായ വിചാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നുസുൽ എന്ന് അതാഇ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള സ്വർഗം നേടാനാണ്. സൽക്കാരമെന്നും ഔദാര്യമെന്നും ദാനമെന്നുമൊക്കെ ഈ ഒന്നാമത്തെ പ്രമാണമായ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു പഠിപ്പിച്ച ആ സ്വർഗത്തിനു വേണ്ടിയാണ് നമ്മുടെ യത്നങ്ങൾ മുഴുവനും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുന്നത്തി, എൻ്റെ ചര്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചര്യയെ പരിചയപ്പെടുത്തി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ചന്തമാർന്ന മാതൃകയുണ്ട്. ഹസന, ചന്തമാർന്ന മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ, അത് നമ്മളാണ്. ലിമൻ കാന യർജുല്ലാഹ, ആരാണോ അല്ലാഹുവിനെ കൊതിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ കൊതിക്കുന്നത്, വൽ യൗമൽ ആഖിർ, ആരാണോ പരലോകത്തെ കൊതിക്കുന്നത്. മൊത്തത്തിൽ പരലോകം നമുക്കായിട്ട് അല്ലാഹു നൽകുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ചാൽ പരലോകമെന്ന് പറയുമ്പോൾ, പരലോക ജീവിതമെന്ന് പറയുമ്പോൾ അത് സ്വർഗമാണ്, സ്വർഗജീവിതമാണ്. ആ ജീവിതത്തെ കൊതിക്കുന്നത് ആർക്കോ? അല്ലാഹുവിൻ്റെ റസൂലിൽ സ്വീകരിക്കാവുന്ന, ഉൾക്കൊള്ളാവുന്ന, അനുധാവനം ചെയ്യാവുന്ന മാതൃകയുണ്ട്. ഈ മാതൃകയെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഖുൽ, നബിയെ പറഞ്ഞു പഠിപ്പിക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ. സുബ്ഹാനല്ലാഹ്. എന്നോടും നിങ്ങളോടുമൊക്കെ റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെന്ന് ചോദിച്ചാൽ ശങ്കിക്കാതെ താമസം വിനാ നമ്മൾ മറുപടി പറയും. 9 മാസക്കാലം 10 മാസക്കാലം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വളരാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ എൻ്റെ നാഥനെ പ്രവിശാലമായി ഭൂമിയിലേക്ക് 10 മാസത്തിനു ശേഷം വരാനും കൺകുളിർക്കെ ഇതിലുള്ള എല്ലാവിധ ഭംഗികളും ആസ്വദിക്കാനും അതിലെ വിഭവങ്ങൾ അറിയാനും വെച്ചു നടക്കാനും എഴുന്നേറ്റു നിൽക്കാനും ഓടാനും ചാടാനും ഒക്കെ അവസരങ്ങളും ശേഷിയും നൽകിയ എൻ്റെ നാഥനെ ഹൃദയത്തിൽ ഒരു നല്ല ആദർശം തന്ന, ജീവിക്കാൻ നല്ലൊരു ജീവിത രീതി തന്ന്, ഉൾക്കൊള്ളാൻ പറ്റിയ എല്ലാ നല്ല ശീലങ്ങളും പഠിപ്പിച്ച എൻ്റെ നാഥനെ എനിക്കിഷ്ടമില്ലെന്നോ? സുബ്ഹാനല്ലാഹ്. ആർക്കാ പറയാൻ പറ്റുക? നമ്മളെല്ലാവരും നമ്മെ പടച്ച, നമ്മെ പോറ്റുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, ഉദ്ഊനി അസ്തജിബ് ലക്കും, പ്രാർത്ഥിച്ചാൽ മതി ഉത്തരം തരാൻ ഞാൻ റെഡിയാണ് എന്ന് പ്രത്യാശ നൽകുന്ന നാഥനെ. സുബ്ഹാനല്ലാഹ്. ആരാ സ്നേഹിക്കാതിരിക്കുക? ആരാ സ്നേഹിക്കാതിരിക്കുക സഹോദരങ്ങളെ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, എങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. ആരെ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു കൊടുക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക.
അഥവാ ഖുർആനിൽ നിന്ന് അവതരിച്ച് കിട്ടുന്ന സംഗതികൾ എന്തൊക്കെയാണോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അവയെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളുക. അവയ്ക്കനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുക. ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരെന്ന നിലക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശകളുണ്ടാവാം, ആഗ്രഹങ്ങളുണ്ടാവാം, താല്പര്യങ്ങളുണ്ടാവാം, വീക്ഷണങ്ങളുണ്ടാകാം. നിങ്ങളുടെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടാകാം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇന്ന് ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാടിന് യോജിക്കാത്തതാണ് എന്ന് തോന്നിയാക്കാം. പാടില്ല. ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശത്തിനനുസൃതമായി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സംഗതികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക, അതനുസരിക്കുകയും ചെയ്യുക. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. സഹോദരന്മാരെ, ഏകപക്ഷീയമായ ഒരു സ്നേഹപ്രകടനമില്ല. നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു നമ്മളെ സ്നേഹിക്കാതിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി ആലോചിച്ച് നോക്കുക. റബ്ബിനെ എത്ര കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് റബ്ബിൻ്റെ തൃപ്തിയും ഇഷ്ടവും നമുക്കുണ്ടാവണമെന്നതാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിൽ നിന്ന് ആ പ്രീതിയും ആ ഇഷ്ടവും നമുക്ക് ലഭിക്കണമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പ്രവാചകനെ അനുധാവനം ചെയ്യണം. അതാണ് റസൂലുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ ഖുർആനിലൂടെ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞു പഠിപ്പിച്ച ഖുർആനും ആ ഖുർആനിലൂടെ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ട എന്നെ പിന്തുടരണമെന്നുള്ള എൻ്റെ സുന്നത്തുണ്ടല്ലോ, അതും ഞാൻ നിങ്ങൾക്ക് നൽകിപ്പോവുകയാണ്. വലൻ യതഫറഖാ ഹത്താ യരിദാ അലയ്യൽ ഹൗള്. ഈ ഖുർആനും സുന്നത്തും എന്ന രണ്ടു പ്രമാണങ്ങൾ, രണ്ടു വെട്ടങ്ങൾ, വെളിച്ചങ്ങൾ, അത് ഖിയാമത്ത് നാൾ വരെയും പിരിയുന്ന പരിപാടിയില്ല. ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്ന രീതിയില്ല. ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി പറയാൻ പാടില്ല. ഹദീസുകളിലെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, അത് മതി പറയാൻ പാടില്ല. ഇത് രണ്ടും ഒന്നിച്ചു നമ്മുടെ ജീവിതത്തോടൊട്ടി നിൽക്കണം. അതാണ് കഥ. എങ്കിലേ വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും നമ്മുടെ ജീവിതത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുക. അല്ലെങ്കിൽ പറയുന്നിടത്തേക്കൊക്കെ നമ്മൾ പോകും. കേൾക്കുന്ന ശബ്ദങ്ങളെ മുഴുവനും പ്രമാണങ്ങളായി ഉൾക്കൊള്ളും. അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കും. അപ്പോഴോ വഴിപിഴയ്ക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനികാടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം വന്നാൽ, ഒരു നിയമം വന്നാൽ, വിശ്വാസികളാണോ നമ്മൾ എങ്കിലതനുസരിച്ചേ പറ്റൂ, അത് അംഗീകരിച്ചേ പറ്റൂ. ഒരു വിമിഷ്ടവും ഒരു മാനസിക ക്ലേശവും സഹോദരന്മാരെ നമുക്കുണ്ടായിക്കൂടാ. ഈ ഖുർആനും സുന്നത്തുമാകുന്ന രണ്ടു പ്രമാണങ്ങളെയും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എത്ര കണ്ട് നമ്മൾ താല്പര്യം കാണിക്കുന്നുവോ അതേ താല്പര്യം ഈ രണ്ടു പ്രമാണങ്ങളും സമൂഹത്തിൻ്റെ കൈവശം നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം. ജനങ്ങളെ പഠിപ്പിക്കണം. ഈ രണ്ടു സംഗതികളിലേക്കും ജനങ്ങളെ ക്ഷണിക്കണം. ഇതിൻ്റെ പ്രാധാന്യവും ഇതുകൊണ്ടുള്ള ഗുണവും നേട്ടവും പരലോകത്തിലുള്ള രക്ഷയും ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും വേണം. അതൊരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. പ്രമാണങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. എങ്കിലാണ് ഈ വളർന്നു വരുന്ന നമ്മളും വളർത്താൻ ഉദ്ദേശിക്കുന്ന സമൂഹവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധം വിശ്വാസ മേഖലയിലൂടെ വളർന്നു വലുതായി വരികയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു നിർദ്ദേശം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു നിയമം നമുക്ക് പാടില്ല. ഇത് നമ്മുടെ കച്ചവടത്തിന് യോജിക്കൂല. കച്ചവടമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒന്നും നോക്കാൻ പറ്റൂല. ഉദ്യോഗമാകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇന്നിന്ന ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ നിർദ്ദേശങ്ങൾക്ക് നേർക്ക് കണ്ണടക്കേണ്ടി വരും. പറഞ്ഞുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയിൽ ഏതു കാര്യങ്ങളിലാണോ അഭിപ്രായാന്തരങ്ങൾ വരുന്നത്, ഏതു കാര്യങ്ങളിലാണോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, ആ സംഗതികളിൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായാന്തരങ്ങളിൽ നിന്നെ വിധികർത്താവായി സ്വീകരിക്കുന്നതുവരെ അവർക്ക് മുഅ്മിനാവാൻ സാധിക്കുകയില്ല. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ആദർശങ്ങളിൽ, നമ്മൾ ചെയ്തു പോരുന്ന ആരാധനാ രീതികളിൽ, സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പെരുമാറ്റ സ്വഭാവ ചിട്ടകളിൽ ഏതിലെങ്കിലുമൊക്കെ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ നമ്മളല്ല ആ സംഗതികളിൽ തീരുമാനമെടുക്കേണ്ടത്. മറിച്ച് പ്രവാചകനിലേക്ക് ഇന്ന് നമുക്കതിന് കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയ അവിടുത്തെ ചന്തമാർന്ന മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ആ മാതൃകയിലേക്ക് നമ്മൾ തിരിയുക. ആ മാതൃകയിൽ കാണുന്ന വിധിയും നിയമവും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മുഅ്മിനുകളാവാൻ കഴിയൂ. ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രശ്നത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി ഏൽക്കുന്നതിൽ, ആ വിധി സ്വീകരിക്കുന്നതിൽ പിന്നെ അവരുടെ ഹൃദയത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകരുത്. ഏതെങ്കിലും ഒരു സംഗതിയിൽ, പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ, സ്വീകരിക്കുന്ന സ്വഭാവത്തിൽ എന്താണതിൻ്റെ നിയമമെന്ന്, എന്താണതിൻ്റെ വിധിയെന്ന് പഠിക്കേണ്ടി വരുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രവാചകന്റെ ചര്യയിൽ എന്തെങ്കിലും കണ്ടുമുട്ടിയാൽ, അതിൽ നിന്ന് അറിവ് ലഭിച്ചാൽ, അത് പിന്നെ ഇതാണോ നിയമം, ഇത് ഇപ്പോഴത്തെ ജീവിതത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. പിന്നെയോ വയുസല്ലിമു തസ്ലീമാ, പ്രവാചകന്റെ വിധിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനിയുടെ തിരുസുന്നത്തിൽ കാണുന്ന വിധിക്ക് സമ്പൂർണമായ കീഴ്പ്പെടലാണ് ഉണ്ടാകേണ്ടത്. മനസ്സിലാവുന്നു? നമ്മുടെ പ്രസ്ഥാനം, കേരളക്കരയിൽ നമ്മുടെ പ്രസ്ഥാനം ഖുർആനിനെയും സുന്നത്തിനെയും സമൂഹത്തിനിടയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏറെ ശ്രദ്ധിച്ചത്, ഏറെ യത്നിച്ചത്. വർഷങ്ങൾ എടുത്തുവെങ്കിലും സമൂഹത്തിൽ അത് സാരമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. മാലകളും കാലകളും കീലകളും അനാവശ്യമായ കുറെ വിരുദുകളുടെയും ദിക്റുകളുടെയും റാത്തീബുകളുടെയും ഗ്രന്ഥങ്ങളും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന, അവയെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെക്കാൾ വിശുദ്ധമായ ഗ്രന്ഥങ്ങളായി കരുതി പോന്നിരുന്ന ഒരു സമൂഹത്തിൽ സഹോദരന്മാരെ, അവ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാക്കുന്നവയാണ്, പരലോകത്ത് നഷ്ടം വരുത്തി വെക്കുന്നവയാണ്. ഏതൊരു സമൂഹത്തെയാണോ നന്മയിലേക്ക് വളർത്തിയത്, ഏതൊരു സമൂഹത്തെയാണോ ഖുർആനും പ്രവാചകനും മാതൃകായോഗ്യരായ സമൂഹമെന്ന് പറഞ്ഞു പഠിപ്പിച്ചത്, ആ ആളുകൾക്ക് എല്ലാം നൽകിയത് ഇവയൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനാണ്. അൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് സമൂഹത്തെ സത്യത്തിലൂടെ നടത്തുന്ന ഗ്രന്ഥം. അതുകൊണ്ട് ഈ മാലകൾ ഒഴിവാക്കുക, റാത്തീബുകൾ ഒഴിവാക്കുക, മറ്റിതര പാളക്കിതാബുകൾ മാറ്റിവെക്കുക, ഖുർആനിലേക്ക് കണ്ണു നടുക, ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, അതിനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസാചാരാധനാ രീതികളെ മാറ്റുക. എങ്കിൽ നിങ്ങൾക്കും ഒരു ഉത്തമ തലമുറയായി മാറാം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതിലവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. അന്നുണ്ടായിരുന്ന സമൂഹം ഖുർആനിനെ വെറും ഒരു ഗ്രന്ഥമെന്നതിലുപരി പരിശുദ്ധമായ ഗ്രന്ഥം എന്നവർക്കറിയാം. പക്ഷെ അത് പാരായണം ചെയ്യാനോ പഠിക്കാനോ ജീവിതത്തിൽ പകർത്താനോ ഉള്ള ഒരു ഗ്രന്ഥമായി അവർ കണ്ടിരുന്നില്ല. ഏത് ഗ്രന്ഥം? തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, തറക്തു ഫീക്കും, നിങ്ങൾക്ക് നൽകുന്നു, ശൈഅൈനി ലൻ തദില്ലു ബഅദഹുമാ,
നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ വഴിപിഴയ്ക്കാൻ സാധ്യതയില്ല എന്ന് റസൂലുന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ച കിതാബ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ ബോധം സാധാരണ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരം പോലെ, സുന്നത്ത് നോമ്പ് പോലെ, അങ്ങനെയുള്ള എന്തോ ഒരു സുന്നത്ത് എന്ന നിലക്കാണ് സമൂഹത്തിന് അറിവുണ്ടായിരുന്നത്. അതല്ല, പിന്നെ ഇതിനേക്കാളെല്ലാം വിശാലമായ അർത്ഥതലമുള്ള ഒരു സുന്നത്തുണ്ട്. അത് ഈ ഖുർആനിൻ്റെ വിശദീകരണമായ പ്രവാചകന്റെ ജീവിതമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. നേരം കുറേ വൈകി എന്നത് നേരാണ്. കുറേ വർഷങ്ങളെടുത്തു ഈ ആഹ്വാനത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് വരാൻ, ആണുങ്ങളും പെണ്ണുങ്ങളും വരാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പണ്ഡിത നേതാക്കന്മാരുടെ ആത്മാർത്ഥമായ ശ്രമവും പ്രാർത്ഥനയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു കേട്ടു. ഒരു വലിയൊരു സമൂഹം ഇന്ന് വളർന്നു വലുതായി വന്നു. ആ സമൂഹം ഇന്ന് അവരുടെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും ആരാധനകളെയും ഒക്കെ ശരിയാക്കി നിർത്തുന്നത് ഈ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് പ്രമാണങ്ങളാൽ പഠിപ്പിക്കപ്പെട്ട് നന്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ ഒരാൾക്കും പിന്നെ വഴിപിഴപ്പിക്കാൻ സാധ്യതയില്ല. ഒച്ച കേട്ട് വന്നവരെയല്ല ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ചില പ്രസംഗകന്മാരുടെ, യുവാക്കളായ കുറേ ആളുകളെ ത്രസിപ്പിക്കുന്ന, ആളുകളുടെ വികാരങ്ങളെ ത്രസിപ്പിക്കുന്ന കുറേ ഒച്ചകൾ കേട്ടുവന്ന ആളുകളെയല്ല. അത് ഒച്ചകൾ, അതിനേക്കാൾ ഇമ്പമാർന്ന ഒച്ച കേൾക്കുമ്പോൾ ആ ഒച്ചകൾക്കനുസരിച്ച് അവർ പോയെന്ന് വരും. ഇതങ്ങനെയല്ല. നമ്മുടെ പണ്ഡിതന്മാരുടെ ഒച്ചകൾക്ക് സൗന്ദര്യമുണ്ടാവില്ല, ആകർഷണീയതയുണ്ടാവില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവരുടെ നാവിൽ നിന്നുതിരി വീഴുന്ന വാക്കുകൾക്ക്, ആ വാക്കുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് എന്നതുകൊണ്ട് തന്നെ അവയ്ക്ക് സൗന്ദര്യമുണ്ടായിരുന്നു, അവയ്ക്ക് വശ്യതയുണ്ടായിരുന്നു, അവയ്ക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമ്മളൊക്കെ അവസ്ഥയിലാണ്. നമ്മളെ ആർക്കും ഈ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ കയ്യിലാണെല്ലാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹിദായത്തിൽ തന്നെ നിലയുറപ്പിച്ചു തരുമാറാവട്ടെ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒരു അഹങ്കാരത്തോട് പറയല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വാക്ക് അത് മുഖവിലെടുക്കെടുത്തുകൊണ്ട് ആ ആവേശം കൊണ്ട് പറയുകയാണ്. എന്തെന്ന്? നമ്മളെ വഴിപിഴപ്പിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. കാരണം ഖുർആൻ സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. അതിൽ നിന്നുതിരുന്ന വെളിച്ചമാണ് നമ്മുടെ യാത്രയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മൾ വരികയും ഖുർആനിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു ആദർശം കേൾക്കുമ്പോൾ, ഖുർആനിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു ആചാര രീതി പഠിപ്പിക്കപ്പെടുമ്പോൾ, ഒരു ആരാധനാ രീതിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ, നമ്മൾ ഇത്ര നാളും നമ്മളെ പ്രസംഗിച്ചു നന്നാക്കിയവരാണല്ലോ ഈ വക സംഗതികളെല്ലാം പറയുന്നത് എന്നോർത്ത് അവർ പറയുന്നത് മുഴുവനും കേൾക്കല്ലേ? പ്രമാണങ്ങൾക്കനുസൃതമായിട്ടാണോ എന്നെ ഇത്ര നാളും ഖുർആനും ഹദീസും പറഞ്ഞു പഠിപ്പിച്ചവർ ഇപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്ന് നോക്കി ആ പ്രമാണത്തോടൊപ്പം നിൽക്കാൻ, അതിൽ നിന്ന് അറിവ് നേടാൻ, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനായിരിക്കണം നമ്മൾ മെനക്കെടേണ്ടത്. ഒരു കാലത്ത് മദ്ഹബി പക്ഷപാതിത്വം കേരളക്കരയെ ബാധിച്ചിരുന്നു. എൻ്റെ ഇമാം എന്തു പറഞ്ഞോ അത് മാത്രമാണ് പ്രമാണം, മറ്റേ ഇമാം എന്തു പറഞ്ഞോ അത് ആ ഇമാമിനെ പിന്തുടരുന്ന അനുയായികൾ സ്വീകരിച്ചു കൊള്ളും. ഖുർആനിലേക്ക് നോക്കുന്ന രീതിയുണ്ടായിരുന്നില്ല, പ്രവാചക വചനങ്ങളിലേക്ക് നോക്കുന്ന രീതിയുണ്ടായിരുന്നില്ല. മദ്ഹബുകളെ അന്ധമായി അനുകരിക്കുന്ന, തഖ്ലീദ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു മുമ്പത്തേത്. അങ്ങനെയാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ വളർത്തിയെടുത്തത്. അങ്ങനെയാവണം, നമ്മളും അങ്ങനെയാവണം. ഖുർആൻ പറഞ്ഞോ ഹദീസ് പറഞ്ഞോ എന്നതിനെപ്പറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അങ്ങനെ തന്നെയായിരുന്നു കുറേ കാലം. പക്ഷെ കാലങ്ങൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും ഖുർആൻ മാറി ഹദീസ് മാറി ചിന്തിക്കുന്ന ചില സംഗതികൾ നമ്മൾ കേൾക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു സമൂഹം വളർന്നു വരികയാണ്.
ഏത് ഭാഗത്തേക്കാണ് അവർ പോകുന്നത്? ഇന്ന പണ്ഡിതൻ പറഞ്ഞു, ഇന്ന പണ്ഡിതൻ പറഞ്ഞു, ഇന്ന ഇമാമ് പറഞ്ഞു, ആ ഇമാമ് പറഞ്ഞത് മാത്രമാകണം ശരി എന്നു പറഞ്ഞു ജീവിച്ചിരുന്നൊരു സമൂഹത്തെ ഏത് വലിയ കുപ്പായമിട്ട മഹാൻ പറഞ്ഞാലും ഈ ഖുർആനിൻ്റെ ഈ സുന്നത്തിൻ്റെ എതിരാണോ അത് മാറ്റിവെക്കാൻ നിങ്ങൾ ശീലിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച അതേ സമൂഹത്തിൽ തന്നെ ഇന്ന പണ്ഡിതൻ പറഞ്ഞോ, ഇന്ന പണ്ഡിതൻ പറഞ്ഞോ, ഇന്ന പണ്ഡിതൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നൊരു തലമുറ വളരുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ നിന്നു കൊടുക്കരുത് സഹോദരന്മാരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആനിനെയും സുന്നത്തിനെയും നമ്മുടെ നെഞ്ചേറ്റുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നത് പോലെ തന്നെ ഖുർആനിനെയും സുന്നത്തിനെയും സമൂഹത്തിൻ്റെ മുന്നിൽ സാർവത്രികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനെതിരിൽ ഏതു ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, അതിനെ ഒറ്റക്കെട്ടായി നേരിടാൻ ഗുണകാംക്ഷയോടെ തന്നെ പരിധി വിടാതെ അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാവണം. അതും വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാവണം. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിച്ചത്, അല്ലാഹു നമ്മളെപ്പറ്റി പറഞ്ഞു പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകണം, യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം, വയഅ്മുറൂന ബിൽ മഅറൂഫി, എല്ലാ നന്മകളും കൽപ്പിക്കുന്ന ഒരു വിഭാഗം, വയൻഹൗന അനിൽ മുൻകർ, സമൂഹത്തിൽ ഉടലെടുക്കുന്നതും നടമാടുന്നതുമായ സകല തിന്മകളെയും വിരോധിക്കുന്ന ഒരു സമൂഹം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ വിഭാഗമാണ് വിജയികൾ എന്നതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകണമെന്ന് അല്ലാഹു പറയുന്നത് എന്നർത്ഥം. അൽ ഫലാഹു ബിൽ ജന്ന, അൽ ഫലാഹു ബിൽ ജന്ന. ഇവിടെ ദുനിയാവിൽ നന്മ ഉപദേശിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ മുഴുവനും കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിജയമുണ്ടാകില്ല. കോടതികളിൽ കയറേണ്ടി വരും, പരാജയമായിരിക്കും. അവിടെ സമൂഹത്തിലെ ചില ആളുകൾ മസ്ലഹത്ത് പറയും, നമ്മുടെ ഇംഗിതം പോലെയാവില്ല, അവിടെയും പരാജയം വരാം. പക്ഷേ ഈ നന്മ പറയാൻ, പ്രചരിപ്പിക്കാൻ, കൽപ്പിക്കാൻ, തിന്മയെ തടയാൻ, തിന്മയെ വിരോധിക്കാൻ ശ്രമിക്കുന്ന, അതിൽ ശ്രദ്ധ കാണിക്കുന്ന നമുക്ക് പരലോകത്ത് പരാജയപ്പെടേണ്ടി വരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തെല്ലാം സംഗതികളാണ് സമൂഹത്തിൽ ഇപ്പോൾ പൊയ്പോയ സംഗതികൾ മുഴുവനും. സഹോദരന്മാരെ, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ മുസ്ലിം ഉമ്മത്തിൻ്റെ ആശയത്തെയും ആദർശത്തെയും വിശ്വാസത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം സംഗതികളാണ് സഹോദരങ്ങളെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിസ്സംഗരായിരിക്കുകയാണോ നമ്മൾ വേണ്ടത്? ഈ മുസ്ലിം ഉമ്മത്തിന് നന്മകൾ ഉണ്ടാകാനായി ശ്രമിക്കേണ്ടവരാണ്. ഏതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചതുപോലെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ ശ്രമിച്ചതുപോലെ നമ്മുടെയും ബാധ്യതയാണിത്. തെറ്റുകളിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസപരമായി പിന്നോട്ട് വലിക്കാനുള്ള കേന്ദ്രങ്ങളും ശബ്ദങ്ങളും സജീവമായി നിൽക്കുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ പരാജയത്തിലേക്ക് മുക്കുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ജിന്നിൻ്റെയും സിഹ്റിൻ്റെയും സംഗതികൾ പറഞ്ഞിട്ട് ഒരു പറ്റം പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിനെ ആധിയിലും വ്യാധിയിലും നിർത്തിയിരുന്നു. മനസ്സിലാകുന്നു? ജിന്നിൻ്റെയും സിഹ്റിൻ്റെയും സംഗതികൾ പറഞ്ഞിട്ട് ഒരു നിർഭയ മനസ്സിൻ്റെ ഉടമകളാകേണ്ടിയിരുന്ന വിശ്വാസി സമൂഹത്തെ, അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസം എന്ന് മാത്രമല്ല, നിർഭയത്വം സിദ്ധിച്ചവൻ എന്നർത്ഥമുള്ള മുഅ്മിനിനെ അവൻ്റെ എല്ലാവിധ സുരക്ഷിതത്വവും നഷ്ടപ്പെടുത്തി ജിന്നുകളെയും ജിന്നുമ്മമാരെയും തങ്ങന്മാരെയും ബീവിമാരെയും പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ ശരിയായ മുഅ്മിനിൻ്റെ ആശയത്തിലേക്ക്, അർത്ഥത്തിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു.
അതിനവർ ഉപയോഗിച്ചത് ഖുർആനും സുന്നത്തുമാണ്. ഒരു നല്ല സമൂഹം ഇങ്ങനെ വളർന്നു പോവുക. അതേ അവസ്ഥ സുബ്ഹാനല്ലാഹ് വീണ്ടും ഈ ഉമ്മത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഏതു കൈകൾ കൊണ്ടാണോ വിളക്ക് കൊളുത്തി വച്ചത്, ആ കൈകൾ കൊണ്ട് തന്നെ വിളക്കിന്റെ വെളിച്ചത്തെ തടഞ്ഞു നിർത്തുന്ന കുറെ ആളുകൾ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. പാവപ്പെട്ട ഒരു പെണ്ണിനെ മിണ്ടാൻ ശേഷിയില്ലാത്ത, തനിക്ക് വേദനിക്കുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു പെണ്ണിനെ കേരളക്കരയിൽ കരുനാഗപ്പള്ളിയിൽ ഒരു കശ്മലൻ, ഒരു ദുഷ്ടൻ സിഹ്ർ അല്ലെങ്കിൽ ജിന്നിറക്കുക എന്നതിൻ്റെ പേരിൽ ആ പാവപ്പെട്ട പെണ്ണിന്റെ മുതുകിൽ കയറിയിരുന്ന് നട്ടല്ലൊടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി. അവളിൽ നിന്ന് എന്തെങ്കിലും പൈസ എടുക്കാൻ വേണ്ടിയല്ല, അവളെ റെപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, ഒന്നിനുമല്ല. ശരിക്കും വിശ്വാസ ചൂഷണം, ആത്മീയ വാണിഭം ഇവിടെ ആളുകൾ നടത്തുകയാണ്. ഇത് പരസ്യമായിട്ട് പുറത്ത് ആളുകൾ അറിയുന്ന വിധത്തിൽ മുമ്പൊന്നും ആളുകൾ ചെയ്തിരുന്നില്ല. കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ ഖുർആനും ഹദീസും കൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിനുള്ള ഇടം നൽകിയിരുന്നില്ല. പക്ഷേ ഇന്നിതാ എല്ലാ മുക്കിലും മൂലയിലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കന്യാകുമാരി വരെയുള്ള കേന്ദ്രങ്ങളിൽ അറബി മാന്ത്രികങ്ങളും അറബി ജ്യോത്സ്യന്മാരും ജ്യോതിഷികളും അതേപോലെ തന്നെ ജിന്നിറക്കുന്നവരും സിഹ്റുക മാറ്റുന്നവരും ഒക്കെ ആയിട്ടിങ്ങനെ വളർന്നു വലുതായി വരികയാണ്. പാവപ്പെട്ട പെണ്ണുങ്ങൾ മരണപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട മക്കൾക്ക് മരണപ്പെടാതിരിക്കാൻ, വിശ്വാസി സമൂഹത്തിൻ്റെ ആദർശം നഷ്ടപ്പെടാതിരിക്കാൻ, അവരെ നരകാഗ്നിയിലേക്ക് പോവാതിരിക്കാൻ സഹോദരന്മാരെ നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി നിലകൊള്ളണം. ഏതൊക്കെയോ കുറേ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച കുറേ കാലുകളും കീലകളും എടുത്തുദ്ധരിച്ച് ഇത് ഇന്നതിനു പരിഹാരമായി, ഇത് ഇന്നതിനു പരിഹാരമായി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ ഇപ്പോഴും വസ്വാസുകളും ഭയപ്പാടുകളും സങ്കീർണതകളും കുറേ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനും സുന്നത്തും വിട്ടാൽ പിന്നെ ജീവിതത്തിൽ നിർഭയത്വം നഷ്ടപ്പെടും. ഇപ്പം ചീരാപ്പ് വന്നാലും തലവേദന വന്നാലും കണ്ണൊന്ന് തുള്ളിയാലും കാലിൻ്റെ മുട്ടൊന്ന് പറിച്ചാലും ഒക്കെ ഇപ്പോൾ പേടിയാണ്. എല്ലാം പേടിയാണ്. മനസ്സിലാവും? ഈ എല്ലാം പേടിയാണ്. ഈ പേടിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തതാരാ? പേടിയില്ലാത്തൊരു സമൂഹത്തെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഖുർആൻ നമ്മുടെ പ്രമാണങ്ങൾ, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് സഹോദരന്മാരെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത്തരക്കാരായ ആളുകൾ പുതിയ വിശ്വാസങ്ങളും പുതിയ ആചാരങ്ങളും പുതിയ പ്രവണതകളും മുസ്ലിം ഉമ്മത്തിൽ അഥവാ മുവഹ്ഹിദുകൾക്കിടയിൽ നടപ്പിലാക്കാനായി ശ്രമിക്കുന്ന കേന്ദ്രങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനും സുന്നത്തും മാറ്റിവെച്ചുള്ളൊരു പരിപാടിയില്ല കേട്ടോ. അതൊന്ന് വിട്ടാൽ കഴിഞ്ഞു. പിന്നെ ആകാശത്ത് നിന്ന് കൈവിട്ടാനെ പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചു പോയി ഈ ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക തന്നെ വേണം. അതിൽ ഒരുപാട് നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആ മേഖലയിൽ സഹിക്കേണ്ടി വരും. ഒരുപാട് ആ മേഖലകളിൽ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. വസ്ബിർ വമാ സ്വബ്റുക ഇല്ലാ ബില്ലാഹ്. വസ്ബിർ വമാ സ്വബ്റുക ഇല്ലാ ബില്ലാഹ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ ദീൻ സമൂഹത്തെ പഠിപ്പിക്കാനുള്ള മാർഗത്തിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും സങ്കീർണതകളും പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. ഇത് നമുക്കുള്ള ആശ്വാസവാക്കായി നമ്മൾ ഉൾക്കൊള്ളുക. വസ്ബിർ, നീ നിന്റെ ആദർശ രംഗത്ത്, പ്രബോധന രംഗത്ത് ക്ഷമാലുവാകുക. വമാ സ്വബ്റുക ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താലാകുന്നു നിന്റെ ക്ഷമ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള
എല്ലാ തരത്തിലുള്ള ദ്രോഹങ്ങളും ഉണ്ടാകുമ്പോൾ, ഏത് വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോഴും നീ നിന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്നും മാറേണ്ടതില്ല. അതുമായി നീ മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. ക്ഷമയോടുകൂടി ഈ മേഖലയിൽ ക്ഷമയവലംബിക്കാൻ നിനക്ക് സാധിക്കുന്നത് പരമകാരുണികനായ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും ഈ ആദർശത്തോടൊപ്പം നിന്ന് ഈ ആദർശ പ്രബോധനത്തിന് നമ്മൾ എല്ലാം സഹിച്ച് നിൽക്കുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ വിധേയരായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വസ്ബിർ, നീ ക്ഷമിക്കുക, വമാ സ്വബ്റുക ഇല്ലാ ബില്ലാഹ്, നിന്റെ ക്ഷമ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലാതെയല്ല. വലാ തഹ്സൻ അലൈഹിം, ആ സത്യനിഷേധികളുടെ നിലപാടുകളുടെ പേരിൽ നീ ഒരിക്കലും ദുഃഖിക്കരുത്. പ്രബോധിത സമൂഹം സ്വീകരിക്കുന്ന ധിക്കാരപരമായ നിലപാടുകളിലോ സമീപനങ്ങളിലോ നീ ദുഃഖിക്കരുത്. വലാ തകു ഫീ ദൈകിം മിമ്മാ യംകുറൂൻ, അവർ പ്രവർത്തിക്കുന്ന, അവർ ചെയ്യുന്ന കുതന്ത്രങ്ങളുടെ പേരിൽ നിനക്ക് മനക്ലേശം അനുഭവപ്പെടുകയും ചെയ്യരുത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു. നിങ്ങൾക്ക് ഖുർആനിനെ സ്വീകരിക്കാൻ, സുന്നത്തിനെ സ്വീകരിക്കാൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയക്കാൻ, പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, നിങ്ങൾക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മകളോട് അടുക്കാൻ സാധിക്കുമോ? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തിയോടുകൂടി ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരോടൊപ്പമാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, സൽവൃദ്ധരായ ആളുകളോടൊപ്പവുമാണ്. അതുകൊണ്ട് ഈ സൂറത്തു നഹ്ലിലെ 127, 128 വചനങ്ങൾ നമ്മുടെ ആദർശ ജീവിതത്തിലെ, നമ്മുടെ പ്രബോധന മേഖലയിലെ ആശ്വാസവാക്കായി നമ്മൾ ഉൾക്കൊള്ളുക, ആശ്വാസവാക്കായി ഉൾക്കൊള്ളുക. ആരെങ്കിലും നമുക്കതിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുവെങ്കിൽ ആ കുതന്ത്രങ്ങൾക്ക് നിലനിൽപ്പുണ്ട്, ശാശ്വതമായ അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ അവരുടെ ഹൃദയങ്ങളെ മാറ്റിയേക്കാം. ഇൻഷാ ഹവ്വല ഖൽബഹു വ ഖുലൂബഹും ലകിൻ ലിയബ്ലുവ ബഅദഹും ബിസ്സാനി. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അത്തരക്കാരായ ആളുകളുടെ ഹൃദയങ്ങളെ മാറ്റിയേക്കാം. അതല്ലെങ്കിൽ ഒരാളെ കൊണ്ട് മറ്റൊരാൾക്ക് പരീക്ഷണം ഉണ്ടാവുക എന്ന നിലക്ക് അവരെ പരീക്ഷിക്കുകയും ചെയ്യാം. നീ ചെയ്യേണ്ടതെന്ത്? ഫസ്ബുത് അലൽ ഹഖിൽ മുബീൻ വഇൻ തകുൻ ഫർദൻ അമാമക തൈബിൽ ബുത്ലാനി. ഫസ്ബുത് അലൽ ഹഖിൽ മുബീൻ, വ്യക്തമായ സത്യത്തിൽ തന്നെ നീ നിലയുറപ്പിച്ചോ. വഇൻ തകുൻ ഫർദ, ആ സത്യത്തിന്റെ മേഖലയിൽ നീ ഏകനാണെങ്കിലും ശരി. അമാമക തൈബിൽ ബുത്ലാനി, അസത്യവാദി സംഘത്തിന്റെ മുമ്പിൽ നീ ഏകനാണെങ്കിലും ശരി, സത്യത്തോടൊപ്പം നിന്നോളൂ. ഫലഖു യുൻസറു ആജിലൻ ഔ ആജിലാ ബിൽ ഹുജ്ജത്തിൽ വല്ലാഹി വൽ ബുർഹാനി. ഇന്ന് നമ്മുടെ ശ്രമങ്ങൾ, ഇന്ന് നമ്മുടെ അധ്വാനങ്ങൾ, ഇന്ന് നമ്മുടെ പ്രബോധനങ്ങൾ ഈ അസത്യവാന്മാരായ ശത്രുക്കളായ ആളുകളുടെ സംഘത്തിന് മുന്നിൽ വിജയം വരിക്കുന്നില്ല എന്ന് കണ്ടേക്കാം. നിരാശപ്പെടരുത്, നിരാശയുണ്ടാകരുത്. ഒരു പക്ഷേ അത് പെട്ടെന്ന് വിജയം നിങ്ങൾക്കുണ്ടാകും. ഹക്കിന് അതല്ലെങ്കിൽ ഒരല്പം സമയമെടുക്കും. അതെന്തുകൊണ്ട്? ബിൽ ഹുജ്ജത്തിൽ വല്ലാഹി വൽ ബുർഹാനി, വ്യക്തമായ ബുർഹാന്, വ്യക്തമായ ഹക്ക്, ഹുജ്ജത്ത്, രണ്ട് രേഖകൾ കൊണ്ട്, അഥവാ ഖുർആനും സുന്നത്തും കൊണ്ട്, ഈ രണ്ട് പ്രമാണങ്ങൾ കൊണ്ട് പെട്ടെന്നായിരിക്കാം, അതല്ലെങ്കിൽ ഒരല്പം സമയമെടുത്തിട്ടായിരിക്കാം. ഹക്കിനേ വിജയമുള്ളൂ, ഹക്കിൻ്റെ ആളുകൾക്കേ വിജയമുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് ജീവിക്കുക. ഖുർആനിനെയും സുന്നത്തിനെയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. ഖുർആനിനും സുന്നത്തിനും എതിരെ വരുന്ന എല്ലാ ആദർശങ്ങളെയും നേരിടാനായിട്ട് ഗുണകാംക്ഷയോടുകൂടി നിലകൊള്ളുക. അത്തരക്കാരായ സംഘത്തോടൊപ്പം നിലയുറപ്പിക്കാനും അവർക്ക് ശക്തി പകരാനും നമ്മൾ തയ്യാറാവുക. മാറി നിൽക്കരുത്.
നിഷ്പക്ഷത എന്ന ഒരു പക്ഷമില്ല, നിഷ്പക്ഷത എന്ന് പറഞ്ഞൊരു പക്ഷമില്ല. ഒന്ന് ഹക്ക്, മറ്റത് ബാത്തിൽ. ഹക്കിൻ്റെ ആളുകളാകുക, ബാത്തിലിൻ്റെ ആളുകളാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ, പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മേഖലയിൽ എല്ലാ തരത്തിലുള്ള യത്നങ്ങളും നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പാകപ്പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ആരാധനാകർമ്മങ്ങൾ, നോമ്പുകൾ, നമസ്കാരങ്ങൾ, തിലാവത്തുകൾ എല്ലാം അവൻ സ്വീകരിച്ച് നാളെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ റമദാൻ കഴിഞ്ഞു പോകുന്നതോടെയും ഈ റമദാനിൽ ആർജിച്ച എല്ലാ സ്വഭാവനിഷ്ഠകളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അവൻ അവസരങ്ങളും തൗഫീഖുകളും നൽകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.